Now for the grand performance, a mega show, a musical drama. Prepare for an exciting, colorful and a musical journey as our students put together a performance you won't forget. സൂര്യൻ എന്ന നക്ഷത്രത്തെ ചുറ്റിക്കറങ്ങുന്ന വ്യത്യസ്ത ഗ്രഹങ്ങൾ. നാം വസിക്കുന്ന ഭൂമി അതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രഹം. അന്യഗ്രഹങ്ങളെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ മനുഷ്യൻ നടത്തിയിട്ടുണ്ട്. ഭൂമിയിലെ പോലെ ജീവന്റെ കണിക മറ്റ് ഗ്രഹങ്ങളിലും ഉണ്ടാകുമോ? ആരാണ് ഈ അന്യഗ്രഹ ജീവികൾ? മനുഷ്യനെ പോലെ, മൃഗങ്ങളെപ്പോലെ അന്യഗ്രഹങ്ങളിലും ജീവജാലങ്ങൾ ഉണ്ടാകുമോ? ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അല്ലേ? ഉണ്ടെങ്കിൽ നമുക്കവരെ കാണാൻ പറ്റുമോ? പരിചയപ്പെടാൻ പറ്റുമോ? Gentlemen, may I have your attention, please? The show starts in 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Go. Everybody get up, it's time to slam now. We got the real jam going down. Welcome to the Space Jam. Here's your chance, do your dance at the Space Jam. Alright. Exploration of space. Through the Milky Way, in my spaceship, at the speed of light, I'm gonna make it. I know you've been expecting me. Turn on the cameras, take another scene. We go like hands up, people, get with the show. We're taking over, people lose control. And that's my DJ, preaching my soul, aim for the stars, my people. Never fall. Yes, I'm a maniac. When I'm touching the earth, call me a spaceman. When I travel universe, yes, I'm an alien. When I'm touching the earth, call me a spaceman. When I travel universe, call me a spaceman. 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 Call me a spaceman.
spaceship. At the speed of light, I'm gonna make it. I know you've been expecting me. Turn on the cameras, take another scene. We go like hands up, people. Get with the show, we're taking over. People lose control. Spin the gas, my DJ. Pushing my soul, aim for the stars, my people. We never fall. Yes, I'm a million. When I'm touching the earth, call me a spaceman. When I travel universe, yes, I'm a alien. When I'm touching the earth, call me a spaceman. When I travel universe, call me a spaceman. 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 നമ്മുടെ ഈ പ്ലാനറ്റിലുള്ള എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അതെ രാജൻ, എല്ലാവരും സുഖമായിരിക്കുന്നു. നമ്മുടെ അയൽപ്പക്കത്തുള്ള പ്ലാന്റുകളിൽ നിന്ന് ചെറിയ ചെറിയ ആക്രമണങ്ങളൊക്കെ ഉണ്ടായി. ബട്ട് ആർക്കും അപകടമൊന്നും പറ്റിയില്ല. നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി അത്രമാത്രം സ്ട്രോങ് ആണ്. വെരി ഗുഡ്. പിന്നെ അങ്ങനെയൊരു കാര്യം അറിയിക്കാനുണ്ട്. എന്താണാവോ? എല്ലാ വർഷവും നമ്മുടെ പ്ലാനറ്റിൽ 10 വയസ്സാകുന്ന കുഞ്ഞുങ്ങൾ മറ്റു പ്ലാനറ്റിലേക്ക് വിസിറ്റ് ചെയ്യാറുണ്ടല്ലോ. ആ ഒരു വിസിറ്റ് ഈ വർഷം വേണോ എന്നൊരു ആശങ്കയാണ്. ആശങ്കയ്ക്ക് കാരണം? അല്ല, 2 പേരായിട്ടാണല്ലോ സാധാരണ വിസിറ്റിങ്ങിന് പോകാറ്. ഈ വർഷം 10 വയസ്സ് തികയുന്ന ഒരേ ഒരു കുഞ്ഞേയുള്ളൂ. നമ്പർ 25508. അതെന്തു പറ്റി? അങ്ങ് മറന്നോ? 10 വർഷം മുമ്പ് മറ്റു പ്ലാനറ്റുകാർ നമ്മുടെ പ്ലാനറ്റിനെ ആക്രമിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. അന്ന് കുഞ്ഞുങ്ങളിൽ അവശേഷിച്ചത് അവൻ മാത്രമാണ്. അവനെ പറഞ്ഞയക്കാൻ അവന്റെ മാതാപിതാക്കൾക്കും ഒരു മടി. ഛേ, നമ്മുടെ പ്ലാനറ്റിലുള്ളവർ ഇങ്ങനെ ധൈര്യമില്ലാത്തവരാകരുത്. നമ്പർ 255.08 ഈ വർഷം പ്ലാനറ്റ് വിസിറ്റിന് പോയേ പറ്റൂ. ഈ വിസിറ്റിന്റെ ഗുണങ്ങളെ പറ്റി അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവന്റെ തന്നെ മാതാപിതാക്കളോട് പറയണം. ദിസ് ഈസ് ആൻ ഓർഡർ. മോനെ, നിന്നെ ഈ വിസിറ്റിന് വിടാൻ ഞങ്ങൾക്ക് വിഷമമുണ്ട്. എന്താ ഇത്? നല്ല കാര്യങ്ങൾ പറയാനല്ലേ രാജാവ് നമ്മളോട് പറഞ്ഞത്? മോനെ, ഈ പ്ലാനറ്റ് വിസിറ്റ് എന്തുകൊണ്ടും നല്ലതാ. ഞാനും ഇവളുമൊക്കെ ഈ വിസിറ്റ് നടത്തിയിരുന്നു. പിന്നെ എർത്തിലേക്കല്ലേ പോകുന്നത്. നല്ല പ്ലാനറ്റ് ആണെന്നാണ് കേട്ടിരിക്കുന്നത്. ഈ വിസിറ്റ് കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ ഇതുവരെ നിന്നെ കണ്ടതുപോലെയല്ല ഇവിടെയുള്ളവർ ഇനി നിന്നെ കാണാം. അത് ശരിയാ മോനെ. ഈ വിസിറ്റിന് പോവാൻ നിനക്ക് സ്വന്തമായൊരു വാഹനം കിട്ടും. പിന്നെ വിസിറ്റ് കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ നിനക്ക് കുറേ കഴിവുകൾ ലഭിക്കും. നഷ്ടപ്പെട്ട വസ്തുക്കൾ അന്വേഷിക്കാതെ തന്നെ തിരിച്ചെടുക്കാൻ പറ്റും. മുൻപിൽ കാണുന്ന വസ്തുക്കളെയും വ്യക്തികളെയും സ്കാൻ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് എന്താണെന്നറിയോ? നിന്റെ ബോഡിയിൽ ഇമോഷൻ സെൽസ് ഒക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങും. യു വിൽ ബി എ മെച്യൂർഡ് പേഴ്സൺ. യു ക്യാൻ ടേക്ക് യുവർ ഓൺ ഡിസിഷൻസ്. അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് ഈ പ്ലാനറ്റ് വിസിറ്റിന്. മോനെ, അതർ പ്ലാനറ്റിലെ യാത്രകൾ ശ്രദ്ധാപൂർവമായിരിക്കണം. ദേ, ഇതാണ് നമ്മുടെ പ്ലാനറ്റിലേക്ക് തിരിച്ചു വരാനുള്ള റിമോട്ട്. ഇത് സൂക്ഷിക്കണം. ഇത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല. സന്തോഷത്തോടെ യാത്രയാകൂ. എന്റെ മോനെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. ഒരു അന്യഗ്രഹത്തിലെ കാഴ്ചയാണ് നാം കണ്ടത്. ഭൂമി എന്ന നമ്മുടെ ഗ്രഹത്തിലേക്ക് പുറപ്പെടാൻ നിൽക്കുന്ന ഒരു അന്യഗ്രഹ ജീവി. ഇവിടെ നമ്മുടെ പ്ലാനറ്റിലെ അവസ്ഥ എന്തായിരിക്കും? ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള. കാണുന്നോരെല്ലാരും കണ്ണുവെച്ചിടും കരിനീല കണ്ണുകളുള്ളവള. നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ.
കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള കാണുന്നവരെല്ലാരും കണ്ടു വച്ചിടും കരിനീല കണ്ണുകളുള്ളവള നല്ല കട്ടിച്ചു വെക്കുന്ന ചുണ്ടുകളാ കണ്ടോര നാൾ മുതൽ കൺമണി നീ എന്റെ നെഞ്ചിലായി കേറിയില്ലേ കണ്ടോര നാൾ മുതൽ കൺമണി നീ എന്റെ നെഞ്ചിലായി കേറിയില്ലേ കാണും കിനാവില എന്നും വിരിയും എൻ വെൺമേഘ പൂക്കളല്ലേ പെണ്ണെ നീ എന്റെ സ്വന്തമല്ലേ ചന്ദനഗന്ധം തഴുകിടുമ്പോൾ എല്ലാം നിൻവരവായിരുന്നു ചന്ദനഗന്ധം തഴുകിടുമ്പോൾ എല്ലാം നിൻവരവായിരുന്നു അന്നനട പോലടുക്കുന്ന നേരത്ത് കാർമുകിൽ പോയി മറഞ്ഞു പെണ്ണ് നാണം കുണുങ്ങി നിന്നു ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള കാണുന്നവരെല്ലാരും കണ്ണു വെച്ചിടും കരിനീല കണ്ണുകളുള്ളവള നല്ല കട്ടിച്ചുവക്കുള്ള ചുണ്ടുകളാ നുണക്കുഴി പുഞ്ചിരിയാലെ നീ നോക്കിയാൽ ഉള്ളിൽ കോടി കയറും നുണക്കുഴി പുഞ്ചിരിയാലെ നീ നോക്കിയാൽ ഉള്ളിൽ കോടി കയറും പൂരപ്പേരും പറ കൊട്ടിക്കയറുമ്പോൾ വർണ്ണങ്ങൾ പാറി വീണു മേലെ താരകം ഇങ്ങി നിന്നു തിലകക്കുറി നിൻ തിരുനെറ്റിയിൽ സിന്ദൂരമായി പടരും തിലകക്കുറി നിൻ തിരുനെറ്റിയിൽ സിന്ദൂരമായി പടരും ചൂടുള്ള ചുംബനം ചുണ്ടിലായി കിട്ടുന്ന നാളുകൾ എന്നു വരും ആരാവുകൾ എന്നുണരും ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള കാണുന്നവരെല്ലാരും കണ്ണു വെച്ചിടും കരിനീല കണ്ണുകളുള്ളവള നല്ല കട്ടിച്ചുവക്കുള്ള ചുണ്ടുകളാ ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള കാണുന്നവരെല്ലാരും കണ്ണു വെച്ചിടും കരിനീല കണ്ണുകളുള്ളവള നല്ല കട്ടിച്ചുവക്കുള്ള ചുണ്ടുകളാ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് സർ. എല്ലാവരും അവിടെ തന്നെ ഇരിക്കെ. പിക്നിക്കൊക്കെ അടിച്ചു പൊളിക്കണില്ലേ? യെസ്. ആർ യു ഹാപ്പി? യെസ്. എങ്കിൽ കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യം പറയട്ടെ. ഈ കൂട്ടത്തിൽ 4 പേർക്ക് ഒരു ചാൻസ് തരാനാണ്. ഒരു അഡ്വഞ്ചർ ട്രിപ്പിനുള്ള ചാൻസ്. കാടിന്റെ ഉള്ളിലേക്കുള്ള ഒരു യാത്ര. ഉൾക്കാട്ടിലെ ഒരു ആദിവാസി ഊരിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉൾക്കാടോ? അപ്പൊ പുലിയും സിംഹമൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവാം. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു അഡ്വഞ്ചർ ട്രിപ്പാണ്. നമ്മൾ ഗവൺമെന്റ് അതോറിറ്റിയിൽ നിന്നും സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചാണ് പോകുന്നത്. സോ ഇൻട്രസ്റ്റ് ഉള്ള ധൈര്യമുള്ള 4 പേർക്ക് മാത്രമാണ് വരാൻ പറ്റുക. താല്പര്യമുള്ളവരൊന്ന് കൈബന്ധിച്ചു. മാഷേ, ഞാനുണ്ട്. എങ്കിൽ ഞാനുമുണ്ട്. ഇനി 2 പേർക്ക് കൂടെ ചാൻസ് ഉണ്ട്. ആരാ വരുന്നേ? മാഷേ, എത്ര ദിവസത്തെ ട്രിപ്പാ? അറൗണ്ട് 10 days. ഫെബ്രുവരി 1 മുൻപ് തിരിച്ചു വരുമോ? ഷുവർ. എന്നാ ഞാൻ ഉണ്ട്. ഫെബ്രുവരി 1 എനിക്കൊരു കല്യാണം ഉണ്ട്. സദ്യ കളയണ്ടെന്ന് വെച്ചിട്ടാ. നീ കാട്ടിലെ സിംഹത്തിന് ഒരു സദ്യാവതിരുന്നാൽ മതി. മാഷേ, ഞാനും ഉണ്ട്. എനിക്ക് ധൈര്യമില്ലെന്നാ എല്ലാവരും പറയാറ്. ധൈര്യമുണ്ടെന്നൊന്ന് കാണിച്ചു കൊടുക്കണല്ലോ. ഓക്കെ, അപ്പൊ 4 പേരായി. ബാക്കി എല്ലാവരും പിക്നിക് എൻജോയ് ചെയ്തോളൂ. ആ 4 പേര് പെട്ടെന്ന് എൻ്റെ അടുത്തേക്കൊന്ന് വന്നേ. സോ നമ്മൾ നാളെ പുറപ്പെടുന്നു. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തോളൂ. റെഡിയല്ലേ? യെസ്. സോ എൻജോയ് ദിസ് അഡ്വഞ്ചർ ട്രിപ്പ് ടു ഫോറസ്റ്റ്.
ஜிங்கிலியா சித்திர கொள்ளு சிலுக்குறாள் ஜிங்கிலியா ஜிங்கிலியா சித்திர கொள்ள கலக்குறாள் Wow, what a beautiful place. I like these trees. ഒത്തിരി വർഷം പഴക്കമുള്ള മരങ്ങളാന്ന് തോന്നുന്നു. യെസ് ചിലപ്പോ ജാമ്പവാന്റെ കാലത്തോളം പഴക്കണ്ടാവും. നീ ഒന്ന് ചോദിച്ചു നോക്കിയേ. ഹലോ മൈ ഡിയർ ഓൾഡ് ട്രീസ്, ഡു യു നോ മിസ്റ്റർ ജാമ്പവാൻ? എടാ ഇത് നോക്കിയടാ, ഇതെന്താ സാധനം? കാണിച്ചേ. റിമോട്ടോ? ഒന്ന് പോടാ, റിമോട്ട് ഒന്നും ആവില്ല. ഈ കാട്ടിലാരാ TV കാണണേ? ഏയ്, ഇത് റിമോട്ട് പോലെ തന്നെ ഉണ്ട് ട്ടാ. അയ്യോ, അപ്പൊ ഇനി എന്താ ചെയ്യാ? നമ്മളൊരു വലിയ തേക്കിന്റെ അവിടുന്ന് റൈറ്റ് എടുത്തില്ലേ, അവിടെ തെറ്റിയ. അതങ്ങ് ദൂരെയല്ല മാഷേ. ദേ ആ കാണുന്ന പാറയിൽ ഇത്തിരി റേഞ്ച് കാണിച്ചു, പക്ഷെ നെറ്റ് കിട്ടണില്ലേ. അല്ലെങ്കിൽ ഇവിടുന്ന് വല്ല ഷോർട്ട് കട്ട് ഉണ്ടോ എന്ന് നോക്കായിരുന്നു. അപ്പോ ഇതേതാ സ്ഥലം? ഇത് വേറെ ഏതോ ട്രൈബുകാരുടെ പ്ലേസ് ആണെന്ന് തോന്നുന്നു. ദൈവമേ, ദേ വരുന്നവരുടെ ലീഡർ. മണ്ടത്തരം പറയലടാ, ലീഡർ തന്നെ ഒരാൾക്കാര് വെടിവെച്ച് വീഴ്ത്തിയിടൂ. അത് ശരിയാ. അപ്പൊ പിന്നെ ഇതാരാ? ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. സോറി സർ, പെട്ടെന്ന് അസംബ്ലി ഓർമ്മ വന്നു. നിങ്ങളെ എന്തിനാണ് അവർ ആക്രമിക്കാൻ വന്നത്? അല്ല, നിങ്ങളാരാ? 25508. പുള്ളിയുടെ വണ്ടിയുടെ നമ്പർ ആണെന്ന് തോന്നുന്നു. നോ, ഞങ്ങളുടെ പ്ലാനറ്റിൽ ആർക്കും പേരുകളില്ല. എല്ലാവർക്കും വ്യത്യസ്തമായ നമ്പറുകളാണ്. ഓ, അല്ല 255. 25508. ആ, അത് തന്നെ. നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ പ്ലാനറ്റിൽ വന്നത്? ഞങ്ങൾക്ക് 10 വയസ്സാകുമ്പോൾ ഏതെങ്കിലും ഒരു പ്ലാനറ്റ് വിസിറ്റ് ചെയ്യണം എന്ന ഒരു റൂളുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ പ്ലാനറ്റിൽ എത്തിയത്. ബട്ട് ഈ കാടിൻ്റെ മുകളിലൂടെ പറക്കുമ്പോൾ എൻ്റെ ഒരു റിമോട്ട് നഷ്ടപ്പെട്ടു.
അത് നിങ്ങളുടെ റിമോട്ടാണല്ലേ? അതില്ലാതെ എനിക്ക് എൻ്റെ പ്ലാനറ്റിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് കിട്ടിയോ ആ റിമോട്ട്? കിട്ടിയില്ല, പക്ഷെ ഇവിടെ എവിടെയോ കിടക്കണമുണ്ടോ? ആ, എന്നാ നമുക്കൊന്ന് അന്വേഷിക്കാം. എന്താ മോനെ? 25508 നോട്ട് മോൻ. ആ, അത് തന്നെ. അന്വേഷിച്ചാലോ? യെസ്. മാഷേ, എനിക്ക് വിശക്കുന്നു. ഞങ്ങൾക്കും. എനിക്കും അതെ. വാ, നമുക്ക് ആ പാറക്കെട്ടിൽ പോയിരിക്കാം. ആ ബാഗിൽ ഫുഡുണ്ട്, എല്ലാവർക്കും കൊടുക്ക്. 255.08. ഞങ്ങളുടെ ഭക്ഷണമൊക്കെ പിടിക്കുവോ ആവോ? എനിക്കുള്ള ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചേടാ, കഴിക്കി. ഈ പ്ലാനറ്റ് വിസിറ്റ് എത്ര ദിവസം? 30 days. ഞാനൊരു ഐഡിയ പറയാം. ഓക്കെ. ഏതായാലും നമ്മൾ ഇത്ര നേരം അന്വേഷിച്ചു, റിമോട്ട് കിട്ടിയില്ല. ഞങ്ങളെ ഈ കാട്ടിലെത്തിച്ച ഒരു ഏജന്റ് ഉണ്ട്. അവനോട് പറഞ്ഞ് ഈ കാട്ടിലെ ഊരിലുള്ളവരോടൊക്കെ ഈ കാട് മുഴുവൻ അരിച്ചു പറക്കാൻ പറയാം. അവരെന്തായാലും തപ്പിയെടുക്കും. ഓക്കെ. അത് കിട്ടുന്നത് വരെ നീ ഞങ്ങളുടെ കൂടെ കൂടുന്നോ? നോ, എനിക്ക് 30 days കൊണ്ട് ഈ പ്ലാനറ്റ് മുഴുവൻ കവർ ചെയ്യണം. അതിൽ 29 days കൊണ്ട് ബാക്കി എല്ലാ രാജ്യങ്ങളും ഞാൻ വിസിറ്റ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി 1 day മാത്രമാണുള്ളത്. ഇറ്റ്സ് ഫോർ ഇന്ത്യ. ഒരു ദിവസം കൊണ്ട് ഇന്ത്യ മുഴുവൻ കാണാൻ പറ്റുമോ? യെസ്, മൈ വെഹിക്കിൾ ഈസ് വെരി ഫാസ്റ്റ്. മാഷേ, നമുക്കും പോകാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കം വിത്ത് മീ. അതെങ്ങനെയാ? പ്രിൻസിപ്പാളിന്റെ അനുവാദമൊന്നുമില്ല. അതൊക്കെ മാഷി വിളിച്ച് ചോദിച്ചാൽ കിട്ടുമെന്നേ. ദേ, ഒരു ദിവസം കൊണ്ട് ഇന്ത്യ മുഴുവൻ കറങ്ങാൻ പറ്റുന്ന ഓഫർ ഇനി കിട്ടില്ല കേട്ടോ. ശരി, ഞാൻ സെറ്റാക്കാം. ആദ്യം എങ്ങോട്ടാ പോകേണ്ടത്? എനിക്കൊരാഗ്രഹമുണ്ട്. ഇന്ത്യ എന്ന് സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറേ ആളുകളുടെ ഡീറ്റെയിൽസ് കണ്ടു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗാന്ധിജിയാണ്. ഓ, മഹാത്മാഗാന്ധി. യെസ്, ബട്ട് അദ്ദേഹം മഹാത്മാഗാന്ധി ആകുന്നതിന് മുമ്പ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആയിരുന്നു. ആ ഗാന്ധിജി ജനിച്ചു വളർന്ന നാട് കാണാൻ ഒരാഗ്രഹം. അത്രയുള്ളൂ? അതെവിടെ അടുത്താ? എവിടാ? എനിക്കറിയാൻ പാടില്ല. ഓ, നിന്നെയൊക്കെ എന്തിനാടാ ചരിത്രം പഠിപ്പിക്കുന്നേ? മാഷെ, ഞാൻ പറയാം. ഗുജറാത്തിലെ പോർബന്ദർ. വെരി ഗുഡ്. നമുക്കാദ്യം അങ്ങോട്ട് പോകാം, ഗുജറാത്തിലേക്ക്.
था चोरी चोरी से, किसी को पता ना चला। आंखों में जो तारे हैं करते इशारे हैं, तेरे लिए मैं हूँ बना। मुझ पे छाया जो नूर है तेरा, इश्क तू है मेरा। केसरियो रंग तने लाग्यो ले गरबा, केसरियो रंग तने लाग्यो रे लो। केसरियो रंग तने लाग्यो ले गरबा, केसरियो रंग तने लाग्यो रे लो। झीली झीली जाइयो मिला दिला गरबा, केसरियो रंग तने लाग्यो रे लो। ഈ സബർമതിയിൽ നിൽക്കുമ്പോൾ ഇവിടെ ശരിക്കും മഹാത്മാഗാന്ധി ഉള്ളതുപോലെ തോന്നുന്നു. ഇനി നമുക്ക് കാശ്മീർ പോയാലോ? അയ്യോ, അവിടെ പേര് തണുപ്പല്ലേ, പിന്നെ അവിടെ സോൾജേഴ്സ് ഉണ്ടാവും, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സേ. തണുപ്പിനല്ലേ സ്വെറ്റർ ഉള്ളത്, പിന്നെ സോൾജേഴ്സ് അവരെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം. നമ്മൾ രാജ്യദ്രോഹികളൊന്നും അല്ലല്ലോ, ജസ്റ്റ് വിസിറ്റേഴ്സ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു കാശ്മീർ. जोश की बूंदे बूंदों में जीत ही गूंजे, रोको ना सपनों के तूफानों को, रोको ना जज्बों की उड़ानों को, रोको ना आंखों के निशानों को। आग जैसे बरसा दे ये इरादे, जिगरा है जिगरा है जिगरा है जिगरा है, जिगरे से निकलेंगी चिंगारियां। जिगरा है जिगरा है जिगरा है जिगरा है, जिगरे से निकलेंगी चिंगारियां। नजीर अहमद, आपके लिए एक चिट्ठी आई है। संदेशे आते हैं हमें तड़पाते हैं, कुछ चिट्ठी आती है वो पूछे जाती है कि घर कब आओगे, कि घर कब आओगे, लिखो कब आओगे, कि तुम बिन ये घर सूना सूना है।
सहे महफूज रहे तेरी आन सदा, चाहे जान मेरी ये रहे ना रहे। मेरी ज़मीं महबूब मेरी, मेरी नस नस में तेरा इश्क बहे, फीका ना पड़े कभी रंग तेरा जिस्मों से निकल के खून कहे। दुश्मनों ने हमला बोल दिया है। माँ ओ माई मेरी क्या फिक्र तुझे, क्यों आंख से दरिया बहता है। तू कहती थी तेरा चांद हूँ मैं, और चांद हमेशा रहता है। तेरी मिट्टी में मिल जावा, गुल बन के मैं खिल जावा, इतनी सी है दिल की आरज़ू। तेरी नदियों में बह जावा, तेरी फसलों में लहरावा, इतनी सी है दिल की आरज़ू। तेरी मिट्टी में मिल जावा, गुल बन के मैं खिल जावा, इतनी सी है दिल की आरज़ू। ये नया हिंदुस्तान है, ये हिंदुस्तान घर में घुसेगा भी और मारेगा। താങ്ക് യു സോ മച്ച് സാർ. സ്വന്തം വീടും വീട്ടുകാരെയും വിട്ട് സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ നിങ്ങളെപ്പോലെയുള്ള സോൾജേഴ്സ് ചെയ്യുന്ന സേവനമാണ് സാർ ഞങ്ങളെപ്പോലെയുള്ള ഓരോ ഇന്ത്യക്കാരൻ്റെയും ധൈര്യം. നിങ്ങൾ ഈ ബോർഡറിൽ ജാഗ്രതയോടെ ഉണർന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങളിൽ ശാന്തമായി ഉറങ്ങാൻ പറ്റുന്നത്. പ്രൗഡ് ഓഫ് യു സാർ. താങ്ക് യു സോ മച്ച് for your inspiring words. So visit again. Sure sir. സാറിന്റെ പേര്? മുകുന്ദ്, മേജർ മുകുന്ദ്. ഇനി നമുക്ക് എങ്ങോട്ടാ പോകണ്ടേ? ഇവിടെ നല്ല തണുപ്പല്ലേ, ചൂടുള്ള വല്ല സ്ഥലത്തേക്ക് പോകാം. ചൂടുള്ള സ്ഥലം നോർത്ത് ഇന്ത്യ പിടിക്കാം. നമുക്ക് രാജസ്ഥാൻ പോയാലോ മാഷേ? അവിടെ ആകുമ്പോൾ ഡെസേർട്ടൊക്കെ ഉണ്ട്, നല്ല ചൂടായിരിക്കും. That's interesting. So let's go to Rajasthan. रेशम का रूमाल गले पे डाल के तुम आ जाना दिलदार मेरे माँ। मैं दिल्ली का सुरमा लगा के अरे कब से खड़ी हूँ दरवाजे पे। ओ रेशम का रूमाल गले पे डाल के तुम आ जाना दिलदार मेरे माँ। मैं दिल्ली का सुरमा लगा के अरे कब से खड़ी हूँ दरवाजे पे। ओ रेशम का रे दिल भर मेरे मैं तो थी अनजानी, मैं हो गई दीवानी रे तेरी नजरों की। ओ रेशम का लखनी हाले डोले मेरा पिछुआ छम छम बोले। मेरी नखनी हाले डोले मेरा पिछुआ छम छम बोले। रे मेरी लाल चुनरिया सर से सरकती जाए दिलदार मेरे माँ। मैं दिल्ली
कब से खड़ी हूँ दरवाजे पे हो रेशम का रे दिल पर मेरे मैं तो थी अनजानी मैं हो गई दीवानी रे तेरी नजरों की हो मलमल का कुर्ता बदन पे डाल के तू आ जाना दिलदार मेरे मैं बनारस का पीड़ा चबा के अरे कब से खड़ी हूँ दरवाजे पे ओ मलमल का मेरा झुमका कुछ कुछ बोले आग लगी है भड़के शोले मेरा झुमका कुछ कुछ बोले आग लगी है भड़के शोले मेरी नागिन सी ये लट जुबानवा को डस डस जाए दिलदार मेरे माँ मैं दिल्ली का सुरमा लगा के अरे कब से खड़ी हूँ दरवाजे पे हो रेशम का रे दिल पर मेरे मैं तो थी अनजानी मैं हो गई दीवानी रे तेरी नजरों की हो मोगरे का गजरा बांध के तुम आ जाना दिलदार मेरे में चमेली की एक डाल बन के झूम रही दरवाजे पे हो रेशम का रुमाल बड़ा पे डाल के तू आ जाना दिलदार मेरे माँ मैं दिल्ली का सुरमा लगा के अरे कब से खड़ी हूँ दरवाजे पे 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 दरवाजे पे दरवाजे पे दरवाजे पे എങ്ങനെയുണ്ട് സ്ഥലം? മരുഭൂമിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മലയാളികളാണല്ലേ? അതെ. ചേട്ടന്റെ പേരെന്താ? നജീബ്. നജീബ്. ഇക്ക ഇവിടെയാണോ ജോലി ചെയ്യണേ? അതെ. എത്ര വർഷമായി? അറിയില്ല, കുറെ വർഷമായി. ഇക്ക ഇവിടെ എന്ത് ജോലി ചെയ്യണേ? എന്റെ മുതലാളിയുടെ ആടുകളെ മേയ്ക്കുക. ഓ മൈ ഗോഡ്. നാട്ടിലെവിടേക്ക? ആലപ്പുഴ. നാട്ടിൽ പോകാൻ ആഗ്രഹമുണ്ട്. എന്ത് ചോദ്യം അത്? ആ നാട്ടിൽ പോവാൻ ആർക്കാ ആഗ്രഹമില്ലാത്തത്? ദൈവത്തിന്റെ സ്വന്തം നാടല്ലേ അത്. ഞാൻ പോട്ടെ, യജമാനൻ വരാൻ സമയായി. പാവം. മാഷേ, നമ്മൾ ശുദ്ധ മണ്ടത്തരാട്ടോ കാണിച്ചേ. അതെന്താടാ? നമ്മളെ ഈ 25508 ആദ്യം കാണിച്ചു കൊടുക്കേണ്ട സ്ഥലം നമ്മുടെ നാടായിരുന്നു, കേരളം. അത് നീ പറഞ്ഞത് ശരിയാ. കേരളത്തിന്റെ അത്ര സൗന്ദര്യം മറ്റൊരു നാടിനുമില്ല. നമുക്ക് കേരളത്തിലേക്ക് പോയാലോ? ഷുവർ, ലെറ്റ്സ് ഗോ ടു കേരള.
വരച്ച് പൂവെടുത്തും മിഴി വരച്ച് പുണ്യം കൗമാരത്തിനു സിന്ദൂരം തന്നു നിലമുകിൽ മുടിയണിഞ്ഞ് ബാലസൂര്യ കുറി തെളിഞ്ഞ് തോഴി നിന്നെ കാണാൻ പൂക്കാലം വന്നു അണിയണിയായി അരയന്റെ കൂട്ടം ഈ കാൽ ചുവട്ടിൽ നടപടിക്കാൻ കാത്തു നിൽക്കുമ്പോൾ നിരനിരയായി പയ്യുകളെല്ലാം ആ കാമുകന്റെ കുഴൽ വിളി കാതോർത്തു നിൽക്കുമ്പോൾ ഇനിയും അവൻ വൈകാനെന്റെ ഇതൾമിഴിയും വാടാനെന്റെ ഇല്ലത്തമ്മി പൊല്ലാപ്പാവല്ലേ വീണ മരം കുളിരണ മകരമാസ പെണ്ണേ മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിര് വിൽക്കും കാറ്റേ പൂവളത്തിനു കണ്ണു പൊത്താൻ വാ കണ്ണൻ വന്നെത്തും നേരം കണ്ണിൽ കടലിന്റെ താളം ഇരവാം പയ്യന്റെ പാളമോ മധുരപ്പൂന്തേ നിലാവോ നിറനിറയണ പതപതയണ കാത്തിരിക്കും നെഞ്ചിൽ അലകടലൊലിയാരു നീ കനലൊളിയഴകാരു നീ തിരയുടെ വരവാരു കലയുടെ തികവാരു ആലായാൽ തറ വേണം അടുത്തോരമ്പലം വേണം ആലിങ്ങു ചേർന്നൊരു കുളവും വേണം കുളിപ്പാനായി കുളം വേണം കുളത്തിൽ ചെതാമര വേണം കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം ആലായാൽ തറ വേണം അടുത്തോരമ്പലം വേണം ആലിങ്ങു ചേർന്നൊരു കുളവും
ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കണതോനാന്ന് നേരാന്നേ നേരാന്നേ കൂട്ടിന് വന്നതവനാന്നേ മണ്ണാന്ന് മണ്ണാന്ന് പൊന്നു വിളയണ മണ്ണാന്ന് പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന് അതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയണ നിറയട്ടെ കണ്ടിര തന്നാരോ അതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയണ നിറയട്ടെ കണ്ടിര തന്നാരോ ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ ചെണ്ടയും പൂക്കുറുങ്കുഴലും താളമായല്ലോ വളക്കിലക്കി തളക്കിലക്കി കിളിയാട്ടില്ലേ ഞങ്ങൾ കനക കതിർ മണി നീട്ടാൻ കാവൽ നിന്നില്ലേ കുമിര കുമിര കുടി കൊട്ടിന തകിട തകിട തകതിത്തന തറ 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 ഇളക്കി തല ഇളക്കി മുടിയാട്ടി ഉയിരിൻ ഉയിരെ പാടൂ നമ്മളെ നല്ലേ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്നാരോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്നാരോ ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കണതോനാന്ന് നേരാന്നേ നേരാന്നേ കൂട്ടിനു വന്നതവനാന്നേ പൊന്നാരിയൻ പാടത്തും ഉത്സവമേളം നമ്മള് തുടികൊട്ടി അടിവെച്ച് താളമിട്ടല്ലേ തട്ടുടുത്ത് ഞൊറിയിട്ട് കുറിയിട്ടോര് ഒന്നു വട്ടമിട്ട് കൈകൊട്ടി പൂപ്പൊലി പാടാം കുമിര കുമിര കുടി കൊട്ടിന തകിട തകിട തകതിത്തന തെലുന്ത് തെലുന്ത് വിള വിളങ്ങി പറ 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 കൊട്ടട ഉയിരിൻ ഉയിരെ പാടൂ നമ്മളൊന്നല്ലേ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്നാരോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്നാരോ ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കുന്നതോനാന്ന് നേരാന്നേ നേരാന്നേ കൂട്ടിന് വന്നതവനാന്നേ മണ്ണാന്ന് മണ്ണാന്ന് പൊന്നു വിളയണ മണ്ണാന്ന് പുലരുളി തൂകും വെണ്ണുരു തിര ചിന്തും കുഞ്ഞരുവികളോളം കഥ ചൊല്ലും നാട്ടിൽ ചിങ്ങത്തെളിവയിലും തുമ്പച്ചിരിയഴകും വരവേൽക്കും പൂവേ പൊലിയോണം വരവായി പത്തം പത്തോണം പറനിറയെ പൂവേണം താളത്തെ പൂനുള്ളാൻ പോരൂ നീയും ഓണപ്പാട്ടിന്റെ താളത്തിൽ തുള്ളിയിടാം കൊണ്ടാടാം ആളോരേ ഈ പൊന്നോണം
പൂത്തൊടിയിൽ തണൽ വിരിയേകും തേൻമാങ്കൊമ്പിൽ നമുക്കൊന്നിച്ചു ഞാനിടാം നാട് വാടിയതും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ മലയാളക്കര നീളെ ആഘോഷമായി തിരുവോണത്തപ്പനെ എതിരിട്ടിടാം തിരുവോണം മനമാകെ തുടിതാളം അഴിടും തകിൽമേളം മാഷേ, ഞാനൊരു കാര്യം പറയട്ടെ. പറ. എന്തായാലും നമ്മൾ കേരളത്തിലെത്തിയില്ലേ, നമ്മുടെ സ്കൂളൊന്ന് പുള്ളിക്ക് കാണിച്ചു കൊടുത്താലോ? അത് നല്ല ഐഡിയ ആണല്ലോ. സൂപ്പർ. അതിന് ഇന്നങ്ങോട്ട് കിടക്കാൻ പറ്റില്ല മാഷേ. അതെന്താ? അതിന് ഇന്നത്തെ ഡേറ്റ് ജനുവരി 22 അല്ലേ? അവിടെ ആനുവൽ ഡേ നടക്കുന്ന ദിവസമല്ലേ? മണ്ട, ആ ദിവസമല്ലേ പുള്ളിനെ കാണിക്കണ്ടേ? എല്ലാവരും നല്ല കളർഫുൾ ആയിട്ട് വരുന്ന ദിവസമല്ലേ? മിസ്റ്റർ 255.08, നിങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂൾ വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്? വൈ നോട്ട്? എന്നാ വണ്ടി എടുത്തോ, പുത്തൂര് ഗാർഡിയൻ ഏഞ്ചൽസ് സ്കൂളിലേക്ക്. Comme d'habitude on est calé, comme toujours ça va aller. On te met l'ambiance à gogo, tous ensemble on fait le show. On t'invite à la magie, y a pas de raccourci. Oublie tes soucis, c'est bien faire la folie. On t'invite à la magie, y a pas de raccourci. Oublie tes soucis. Oh, 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 oh.
മുഹമ്മദ് റസൂൽ വരും വഴി മനസ്സിലെ അതൃപ്പമൊരുക്കി നീ ഇഹം പരം പൊരുൾ റഹീമല്ല खुश रहना हमेशा बस यही चाहते हैं हम हंसते हंसते जिंदगी सवार खुश रहना हमेशा बस यही चाहते हैं കവിളിലെ മാതളപ്പൂ ചോദിക്കാൻ മൈലാഞ്ചി തൊപ്പിലിന്ന മാറൻ വന്നു തേനാടെ മാണിക്ക കണ്ണാളെ രംഗിൻ താമര പൂന്തേനെ താഴത്തു നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ പുത്തനിലഞ്ഞിക്ക് പൂവിരിഞ്ഞേ മുറ്റത്തെ മുല്ലയ്ക്ക് പൂനിറഞ്ഞേ ഇന്നീ പെണ്ണിൻ കല്യാണമല്ലേ മുഞ്ചത്തി മാണിക്ക കണ്ണാളെ രംഗിൻ താമര പൂന്തേനെ താഴത്തു നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ നല്ലൊരിളം കവുങ്ങ് അങ്ങനെ ഇല വിരിച്ചാടണ പാക്കവുങ്ങ് പാക്കവുങ്ങിൻ തല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല ഒന്നാം നല്ലൊരിളം കവുങ്ങ് അങ്ങനെ ഇല വിരിച്ചാടണ പാക്കവുങ്ങ് പാക്കവുങ്ങിൻ തല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല ഒന്നാം നല്ലൊരിളം കവുങ്ങ് അങ്ങനെ ഇല വിരിച്ചാടണ പാക്കവുങ്ങ് പാക്കവുങ്ങിൻ തല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല ഒന്നാം നല്ലൊരിളം കവുങ്ങ് ആ ഇല വിരിച്ചാടണ പാക്കവുങ്ങ് പാക്കവുങ്ങിൻ തല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല வாழ்கவே திரை வாழ்க வாழ்க நம்முடைய பரீட்சையெல்லாம் பூமி மேல் திரை அழிய வண்ணம் காதருள்வான் கழிவு பேச்சுகமாக்கும் அந்திரை பட்டுடன் பாடி புடவா பவிழமூத்து மாலையும் திரை அலங்கரிச்ச வந்தனில் வந்துலக வேണം மாத்துமன் മുത്തോളം അഴകിലെ ചിരിയുള്ള പെണ്ണേ രാത്തിങ്കൾ തോൽക്കും പെണ്ണാളെ നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ നീ ഒഴിക്കല്ലേ മരമോടും കല്ലുകൾ കനകം വെള്ളി മരവിയലും പടി ചെമ്പും ഇരുമ്പും മറ്റും പല വക വീണ്ടും പണികൾ ഇന്നേ അവനായിരുന്നുള്ളൊരു പെൺകുടി നീയല്ലേ മറ്റാരും കാണാതവനെ കാണാൻ മരിമയോടരിമകൾ
പ്രണയമീട് മനമകളെ അണിഞ്ഞൊരുങ്ങ് തിരുമകളെ ചന്തം പകർന്നിടാം മുത്തോളമഴകിലെ ചിരിയുള്ള പെണ്ണേ രാത്തിങ്കൾ തോൽക്കും പെണ്ണാളെ നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ നീ ഒഴിക്കല്ലേ തീർക്കത്തിൽ നടക്കല്ലേ എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്കൂൾ? ഇഷ്ടായോ? എനിക്കെല്ലാം ഇഷ്ടമായി. നിങ്ങളുടെ സ്കൂളും നാടും നാട്ടുകാരും എല്ലാം. ഒരുപാട് രാജ്യത്തിലെ സ്ഥലങ്ങൾ കണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. കേരള ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പ്രകൃതി സൗന്ദര്യം കൊണ്ടും സംസ്കാരം കൊണ്ടും കലകൾ കൊണ്ടും കാലാവസ്ഥ കൊണ്ടും ആളുകളുടെ സ്നേഹം കൊണ്ടുമൊക്കെ സമ്പന്നമാണ് നിങ്ങളുടെ കേരളം. പക്ഷേ കേരളത്തിൻ്റെ ഈ മാപ്പിൽ മനോഹരമായ നല്ല പച്ചപ്പിനിടയിൽ ചെളിയുടെ ഒരു പാട് കാണാനുണ്ടല്ലോ. അത് ചെളിയുടെ പാടല്ല, ഞങ്ങളുടെയൊക്കെ കണ്ണീരിൻ്റെ പാടാ. വയനാട്ടിലെ ചൂരൽമലയാണത്. വാട്ട് ഹാപ്പൻഡ് ടു ദാറ്റ് പ്ലേസ്? നിനക്കറിയണോ അവിടെ എന്താ സംഭവിച്ചെന്ന്? യെസ്. മഴ കുഞ്ഞരുവികളിൽ കൈവളക്കിലുക്കങ്ങൾ തീർത്തും മാനത്ത് മാരിവിലൊരുക്കിയും മനസ്സിനെ മോഹിപ്പിച്ച മഴ എപ്പോഴാണ് ഉഗ്രരൂപിണിയായത്? ഇരുളിന്റെ മറപറ്റി വന്ന കരിമേഘങ്ങളുടെ പടഹധ്വനിയിൽ നാട് നെടുങ്ങി. Comes down from above to remind us. പാതിരാ നേരത്തു ഞാനൊന്നുറങ്ങി, നേരം പുലരുമ്പോൾ കണ്ണീരു മാത്രം. മുണ്ടക്കൈ ഭൂമിയിൽ മൺകൂന മാത്രം. വയനാടു തേങ്ങുന്നു ജീവൻ തുടിപ്പിനായി. അമ്മയെ കെട്ടിപ്പിടിച്ചു കിടന്നു ഞാൻ, വേർപെട്ടുപോയി ചെളിയിലമർന്നവർ. അച്ഛൻ കിടന്നോരിടം കാണുവാനില്ല, അച്ഛനെ തേടി ഞാൻ ഇങ്ങോട്ട് പോകണം.
പുഴയുടെ തീരത്ത് സുന്ദരിയായി നിന്ന ഉറ്റ ചങ്ങാതിയാം അക്ഷരമുറ്റത്തെ മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി, മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി. കൂടപ്പിറപ്പുകൾ കാണാമറയത്ത് കൂട്ടിന്നു കൂടുവാൻ ചങ്ങാതിമാരില്ല. ഇനി എത്ര കാലം ഞാൻ കാത്തു നിന്നിടണം, ഇനി എത്ര കാലം കരഞ്ഞു തീർത്തിടണം, ഇനി എത്ര കാലം ഞാൻ കാത്തു നിന്നിടണം, ഇനി എത്ര കാലം കരഞ്ഞു തീർത്തിടണം. ഈ കുട്ടിനെ ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താ ആന. ആനനോട് പറഞ്ഞു, ഞങ്ങളും വലിയ ദുരിതത്തിന്നാ വരുന്നേ, നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന രണ്ട് കണ്ണൊന്ന് വെള്ളം ഒഴുക, അതിന്റെ കാലും ചോട്ടിൽ നേരം വെളുക്കുന്നവരെ കിടന്നു. ഞങ്ങള് എണീച്ച് നിൽക്കാൻ ആമ്പിയറില്ല, നേരം വെളുക്കുന്നവരെ മഴ. ഇനി എത്ര കാലം ഞാൻ കാത്തു നിന്നിടണം, ഇനി എത്ര കാലം കരഞ്ഞു തീർത്തിടണം. ഞാനൊരു സജഷൻ പറയട്ടെ. ചൂരൽമല എന്നെയും ഒരുപാട് സങ്കടപ്പെടുത്തി. സമാനമായ അനുഭവങ്ങൾ പലയിടത്തും ഞാൻ കണ്ടു. അത് പ്രകൃതിയുടെ ശോഭമാണ്. നിങ്ങൾ പ്രകൃതിയെയും സ്നേഹിക്കണം. പക്ഷികളെയും മൃഗങ്ങളെയും മരങ്ങളെയും ഒക്കെ മനുഷ്യനെ പോലെ തന്നെ സ്നേഹിക്കണം. ആ സ്നേഹം കുറയുമ്പോഴാണ് ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി പ്രകൃതിയെ നശിപ്പിക്കരുത്. അതിനെ സ്നേഹിച്ചാൽ അത് തിരിച്ചും സ്നേഹിക്കും. നീ പറഞ്ഞത് 100% കറക്റ്റാ. ഞങ്ങൾ മനുഷ്യർക്ക് പ്രകൃതി സ്നേഹം ജൂൺ 5 മാത്രം ഒതുങ്ങിപ്പോയോ എന്നൊരു സംശയം. സാരമില്ല, ശരിയാകും. 255 നിനക്ക് കേൾക്കണോ? ഇതെന്ത് നാടാണെന്നോ, ഇവിടെയുള്ളവർ എന്ത് മനുഷ്യരാണെന്നോ. ഉടുതുണിയില്ലാത്തവർക്ക് ഉടുക്കാൻ കടയിലെ തുണികളെല്ലാം വാരി ചാക്കിലാക്കി കൊടുക്കുന്ന തെരുവ് കച്ചവടക്കാർ, അമ്മ നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞിന് മാറി മാറി മുലയൂട്ടുന്ന ദുരിതാശ്വാസ ക്യാമ്പിലെ അമ്മമാർ, ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകുന്ന വണ്ടികൾ തടഞ്ഞു നിർത്തി ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്ന നാട്ടുകാർ, രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന പോലീസുകാരും പട്ടാളവും നാട്ടുകാരും. 255 ഇത് ദൈവത്തിന്റെ സ്വന്തം നാടല്ല, ദൈവങ്ങളുള്ള നാടാണ് നമ്മുടെ സ്വന്തം കേരളം. മരണമാർന്നിടും നാളിലും മലയാളമൊന്നായി നിന്നിടും, പാരിടും ശലഭമായി മാറിടും പുതുലോകമായി. നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക, കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. ഇനിയൊരു സങ്കടപ്പെടുത്തുന്ന കാര്യം ഞാൻ പറയട്ടെ. എന്താ? ഞാൻ ആ കാട്ടിലെ ഏജന്റിനെ വിളിച്ചു. അവരവിടെ അരിച്ചു പറക്കിയിട്ടും നിന്റെ റിമോട്ട് കിട്ടിയില്ല. ഇരുട്ടായി തുടങ്ങി. റിമോട്ടില്ലാതെ നീ എങ്ങനെ തിരിച്ചു പോവാ? മാഷേ, ആ റിമോട്ട് എന്റെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് ആ കാട്ടിന് കിട്ടിയതാ. ഒരന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഇവന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച പുറത്തെടുക്കാതിരുന്നത്. ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്നറിയാം, നീ ഞങ്ങളോട് ക്ഷമിക്കില്ലേ? ഇത് കിട്ടിയാലേ എനിക്കെൻ്റെ പ്ലാനറ്റിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂ. ഈ പ്ലാനറ്റ് വിസിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കഴിവുകൾ കിട്ടും. അതിലൊരു പ്രധാനപ്പെട്ട കഴിവാണ് എൻ്റെ ബോഡിയിലെ ഇമോഷൻസിൻ്റെ സെൽസ് വർക്ക് ചെയ്യാൻ തുടങ്ങും എന്നുള്ളത്. അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു.
ഞാൻ പറഞ്ഞില്ലേ, ചൂരൽമല കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഇപ്പോൾ നിങ്ങളെയൊക്കെ പിരിയണമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടം കൂടിക്കൂടി വരുന്നു. ഞാൻ തിരിച്ചു പോകുന്നില്ല. എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കൂ. എന്താ സംശയം? നീ ഞങ്ങളുടെ സ്വന്തമല്ലേ, അല്ലേടാ? കമലദളം കവിളിണയിൽ സിന്ദൂരം നടന്നാൽ പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം കടവിളിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം നടന്നാൽ പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം चमक चमक चलो कैसा शर्माना आजा नच के दिखा दे आ मेरी होले आजा पारी राजी रे आ मेरी अखियों से अखियां मिला रे आ पूरा नखरे दिखा wanna be my चमक चलो 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 മലയിലെ തക്കം മരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമരെ കാതിൽ തേന്മഴേ കണ്ടം പൂട്ടടി പൂഞ്ചോലേ പാടം പൂത്തതഴിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മടന്തേ നാടൻ കാറ്റ് വിതച്ചോടും നാട്ടിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ அக்கமக அக்கா பக ஜனக்குருத்தி இருந்தாலே கடலுக்கு ரெடி சொல்லி பாசமுத்தம் தந்தாலே கதலிச்ச சந்தோஷத்தில் ஆகாயத்துல பறந்தேன்டா பிள்ளை ஒண்ணு இருந்தாண்டா மாமங்கார அவன் தாண்டா அழகிய கொடியே என்னோடு மாமா ஓ அப்பன பாத்த பின்னாடி மாமா